പട്ടം കോളനിയുടെ സമഗ്ര വികസനത്തിനായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹൈറേഞ്ച് NSS യൂണിയൻ രംഗത്ത് വന്നു. പട്ടം കോളനി കേന്ദ്രമാക്കി കാർഷിക കോളേജ് അനുവദിക്കണമെന്നും ഹൈറേഞ്ചിനെ കേരളത്തിനൊപ്പം നിർത്തിയ തീരുമാനമെടുത്ത പട്ടം താണുപിള്ളയുടെ സ്മാരകം നിർമ്മിക്കണമെന്നും ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ ആവശ്യപ്പെട്ടു. പട്ടംകോളിലെ ജനങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് പട്ടംകോളിനെ കേന്ദ്രീകരിച്ചൊരു പഞ്ചായത്ത് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ആ നാടിന്റെ ഡെവലപ്മെന്റ്, ആ പട്ടം കോളനി എന്ന നിലയിൽ തന്നെ അതിനൊരു ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കുവാൻ, ഒരു ടൗൺ പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഈ പട്ടം കോളനിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ പട്ടം കോളനിയെ മാത്രം നമ്മൾ കണക്ട് ചെയ്യാതെ തന്നെ ഇടുക്കി ജില്ലയുടെ ഒരു സ്ഥിതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്നിത് കാർഷിക മേഖലയുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ്. ശരിക്കും ഇവിടെ കാർഷിക മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ മാറ്റങ്ങളെ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി, ആ മാറ്റങ്ങളെ കർഷകർക്കിടയിൽ ശരിയായ നിലയിൽ ഒരു അവബോധനം നടത്തുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു ശ്രമങ്ങൾ തുടർച്ചയായി, നമുക്കിപ്പോൾ സ്പൈസസ് ബോർഡ് ഉണ്ട് എങ്കിൽ പോലും അതിൻ്റെയൊക്കെ പ്രവർത്തനം മുഴുവൻ ഏലം കർഷകർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കണം. മറ്റുള്ള പല കൃഷികളും നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോവുക. അപ്പോൾ ആ സമയത്ത് ഇവിടെ ആ കാർഷിക ആവാസ വ്യവസ്ഥകളെ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ വേണ്ടിയിട്ട് ഒരു കാർഷിക കോളേജ്, ഈ പട്ടം കോളനിയുടെ സമഗ്ര വികസനത്തിന്റെ ഭാഗമായി തന്നെ ഇവിടെ ഒരു കാർഷിക കോളേജ് നമുക്ക് അനുവദിക്കാൻ നമ്മൾക്ക് സർക്കാരിന് സാധിക്കത്തില്ലേ? അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഇവിടെ ജില്ലയിലെ ഈ കീടനാശിനികളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള വലിയ പ്രചരണം നടക്കുന്നുണ്ട്. ഇടുക്കി ജില്ല മുഴുവൻ കീടനാശിനിയിൽ മൂടി കിടക്കുകയാണെന്നുള്ള രീതിയിലുള്ള പ്രചരണമല്ലേ. അപ്പോൾ അതിന് അങ്ങനെ ഒരു വസ്തുത ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാര മാർഗം കൂടി ഉണ്ടാവില്ലേ? നമുക്ക് കീടനാശിനികളെ ഉപയോഗിക്കാതെ കൃഷി മുന്നോട്ട് പോകില്ലെങ്കിൽ പകരം അവിടെ ജൈവ കീടനാശിനികളെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള, അത് പരമാവധി സ്ഥലങ്ങളിൽ, നമുക്കറിയാം രാസകീടനാശിനികൾ എല്ലായിടത്തും സുലഭമാണ്, പല വിലയിലുള്ള, പല ഗുണത്തിലുള്ള, പല ഉപയോഗത്തിലുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ ജൈവ കീടനാശിനികളെ കുറിച്ച് പറയുമ്പോൾ വളരെ പരിമിതമാണ് അതിൻ്റെ. അപ്പൊ അതൊക്കെ വളരെ കുറഞ്ഞ ചെലവിൽ എല്ലാ കർഷകർക്കും കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാണ് അതിന്റെ ഗുണം? ഈ നാട്ടിലെ മുഴുവൻ കാർഷിക വിളകളും രാസ കീടനാശിനി വിമുക്തമായി കഴിഞ്ഞാൽ ആർക്കാണ് അതിന്റെ ഗുണം? ഈ നാടിന് മൊത്തത്തിലല്ലേ. അപ്പോൾ രാസകീടനാശിനികൾക്ക് പകരം ജൈവ കീടനാശിനികളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിലും നമ്മൾക്ക് നമ്മുടെ ഈ പട്ടം കോളനിയുടെ ഈ നവതി ആഘോഷത്തോടനുബന്ധിച്ച് നമ്മൾക്ക് അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ അധികാര വർഗത്തിലേക്ക് എത്തിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും.